എത്ര പേർക്ക് കടുത്ത ശിക്ഷ കൊടുത്തിട്ടുണ്ട്. അവന് പണിക്ക് പോണ്ട, ദിവസം 3 നേരത്തിനുള്ള ഫുഡ് കിട്ടും. പിന്നെ അവിടെ വല്ല കൊത്തേ കിളക്കേ എന്തെങ്കിലും ചെയ്യണം. അതല്ലേ പണി, സുഖമല്ലേ? അവൻ ചെയ്യാനുള്ള എല്ലാ പുല്ലും ചെയ്തില്ലേ? എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ പിന്നെ സുഖം, അവനവിടെ ഇരുന്നാ മതിയില്ല. അവന് വേറെന്തിനു അറിയണോ അവന്? ദിവസം അല്ല 3 നേരം സുഭിഷ്ടമായ ഭക്ഷണം, മുട്ട, ചിക്കൻ, ബിരിയാണി, അത് ഇതെന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും വെട്ടി വിഴുങ്ങി തിന്നും. എത്തിയാ അളിയാ ഞാൻ പോണേട്ടാ, അടുത്ത പീഡിപ്പിച്ചിട്ട് ഞാൻ ഇപ്പൊ ഉടനെ വരാം. ഈ ഒരു ട്രെൻഡിങ് ആയി ഇപ്പൊ ഇവിടെ. എന്ത് പറയാനടേ, അങ്ങനത്തെ ഒരു മനോഹരമായിട്ടുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നിപ്പോൾ ഓഗസ്റ്റ് 15, നമുക്കപ്പം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 78 വർഷമായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല കേട്ടോ. ഗാന്ധിജി പറഞ്ഞ പോലെ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്, അത് എന്ന് സ്ത്രീകൾക്ക് കിട്ടുന്നു അന്ന് മാത്രമേ സത്യം പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ നടന്നു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമല്ല. എന്ത് നാടേ, എന്ത് രാജ്യമാണിത്? എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. നിങ്ങൾ നമ്മുടെ കൊൽക്കത്തയില് ഇപ്പൊ ഒരു ഡോക്ടറിന്റെ ഒരു മരിച്ചുപോയതിന്റെ ഇത് അറിഞ്ഞായിരിക്കുമല്ലോ. ഡ്യൂട്ടി സ്ഥലത്താണ്, ജോലി കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 36 hours എന്തായിരുന്നു കണ്ടിന്യൂസ് എന്തോ ഡ്യൂട്ടി ആയിരുന്നു. അത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ആ ഹാളിൽ പോയതാണ്. അപ്പോഴാണ് ഈ സംഭവം നടന്നത്. സ്വതന്ത്രമായിട്ട് ഒരു സ്ഥലത്തും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായി. അതായത് ഇപ്പം നമ്മളെ അമ്മയ്ക്കാണെങ്കിൽ പോലും, അമ്മയ്ക്കോ നമ്മുടെ എന്താ പറയാ നമ്മുടെ ചേച്ചിക്കോ അനിയത്തിക്കോ മക്കൾക്കോ ആർക്കും ഒരു ഇതായിട്ട് ഒരു സ്വതന്ത്രമായിട്ട് ഇപ്പം രാത്രി പോയിട്ട് ഇപ്പൊ സത്യം പറഞ്ഞാൽ പകല് പോലും എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കേട്ടാ നമ്മുടെ ഇപ്പോഴത്തെ ഈ നാട് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു മേജർ കാര്യം. പിന്നെ ഇമാരൊക്കെ സ്വന്തം ഇപ്പൊ അമ്മയെ പെങ്ങളെ മക്കളെ വെച്ച് അയ്യോ അതും പറയാൻ പറ്റൂല കേട്ടോ. ഇപ്പോഴും അതുകൊണ്ട് പണ്ടായിരുന്നു ഇപ്പൊ അമ്മയും പെങ്ങളെയും നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞുകൂടെയാന്ന് പണ്ട് ചോദിക്കുന്നത്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അമ്മ പെങ്ങള് കൊച്ച് ഇങ്ങനെയൊന്നുമില്ല, എല്ലാവരെയും ഒരൊറ്റ ഇതിൽ തന്നെ കാണുന്നത്. അതൊരു എന്താ പറയാ ഒരു മാംസം മാത്രമാണ്. നമുക്ക് ഇതുപോലെ ചെയ്യാനുള്ള ഒരു ഇത്, ആ ഒരു മെന്റാലിറ്റി കുറെ മക്കള് ഉണ്ട്. പിന്നെ എന്തെങ്കിലും ചെയ്ത് നല്ല കറക്റ്റ് ആയിട്ടുള്ള ആ കുറ്റവാളിയെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമവ്യവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. അവന്മാരെ എടുത്തിട്ട് തീറ്റി പോറ്റി, നിങ്ങൾക്ക് വേലിച്ചാമി എന്ന് പറഞ്ഞ ഒരാളെ അറിയാതിരിക്കും. നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ആർക്കും അറിയാതിരിക്കത്തില്ല ആ പേര്. ഒരു സൗമ്യാന്ന്, ആ ഒരു ഇതുപോലെ റേപ്പ് കേസിനകത്ത് പ്രതിയായിട്ടുള്ള ആള് പിടിച്ച സമയത്ത് പക്ക ഓച്ചനെ കണക്കിരുന്നവനാണ്. ആ ഒരു പ്രത്യേകിച്ച് ആ ഒരു ഒറ്റ കൈയിലും കൂടെയാണ്. ഇടയ്ക്ക് വെച്ചിട്ട് അതിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ജയിലിൽ പരോൾ ഇറങ്ങി എന്തോ ആയിരുന്നു സംഭവം. പക്ഷെ എന്റെ പൊന്നെ തടിച്ച് കൊഴുത്ത് വെളുത്തൊക്കെ ഇരിക്കണ്. അമ്മാതിരി തീറ്റിപ്പോറ്റിയാണ് ചെയ്തിരിക്കണേ. ഇതാണ് ഒരു എന്താ പറയാ ഒരാൾ തെറ്റ് ചെയ്തതിന് കിട്ടുന്ന ശിക്ഷ. അതിക്രൂരമായിട്ടാണ് എന്താ റെയിൽവേ ട്രാക്കിലിട്ട് അടിച്ചും ഈ ഒറ്റക്കൈ അവന് അവന്റെ ഒറ്റക്കൈ അവന് ഉള്ളത് എന്താ പറയാ അവന്റെ ഒറ്റക്കൈ ആയിപ്പോയതേ നന്നായി. അവന് 2 കൈ ഉണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്ക് മുറിഞ്ഞു പോവാതെ. ഇതുമല്ലായിരുന്നു പാട്. അത്രയും ക്രൂരമായിട്ട് പീഡിപ്പിച്ച് കൊന്നതിന് ശേഷം അവനും സമ്മതിച്ച്, എന്നിട്ട് ഏറ്റവും അവസാനം എന്തായി എടുത്തു പിടിച്ച് അകത്തിട്ടതിന് ശേഷം ഇത് തന്നെ ഈ തീറ്റിപ്പോറ്റൊക്കെ തന്നെ തീറ്റിപ്പോറ്റി ഉണ്ടാക്കാനാണ് ഉമ്മാരി ഇത്രയും പിടിച്ച് കേസും പിടിച്ച്, അതും ഒരു കേസിന്റെ വിധി വരാൻ തന്നെ ഞാൻ പറയണില്ല. എന്തെങ്കിലും സംഭവിച്ചു പോയി ആ പെൺകുട്ടിക്ക് മോളുണ്ടെങ്കിൽ ആ മോളെ കല്യാണ പ്രായം ആവുമ്പോഴായിരിക്കും അവന് ശിക്ഷ വിധിക്കണത്. അമ്മാതിരി ഒരു കാലഹരണപ്പെട്ട ഒരു നിയമവ്യവസ്ഥയാണ് നമ്മുടെ ഈ രാജ്യത്തുള്ളത്. നമ്മുടെ ഈ മക്കൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ച് നോക്ക്. ഇത് തന്നെയാണല്ലോ നടക്കുന്നത്. സഹിക്കാൻ പറ്റുമോ? ഇപ്പൊ എവിടെയെങ്കിലൊക്കെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വെറും കുറെ ദിവസമൊക്കെ എന്താ പറയാ ഓരോരോ സ്റ്റാറ്റസുകളിൽ, പിന്നെ അതുപോലെ മറ്റേ നമ്മുടെ മീഡിയാസ് ഉണ്ടല്ലോ, കുറെ മീഡിയയിൽ കുറെ ഓച്ചന്മാരും അല്ലാത്തവന്മാരും വന്നിട്ട് ഇന്ന തള്ളി 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 നാലവന്മാര് പല ഇതിനകത്ത് പല മീഡിയസിൽ ഇങ്ങനെ ഇതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് എന്താവും, ഈ ഒരു കേസ് ഒന്ന് അടങ്ങുമ്പോൾ പിന്നെ തീർന്ന്. ഈ ഒരു കേസേ ഈ ഒരു കാര്യമേ ഒന്നും ആരും മൈൻഡിലും വരത്തില്ല, എല്ലാം തീർന്ന്. അപ്പോഴത്തെ ഒരു ബോളം മാത്രമേ ഉള്ളൂ. സ്റ്റാറ്റസ് ഇടക്കം, ഇൻസ്റ്റയിലിടക്കം, മറ്റേലിടക്കം, മറിച്ചയിലിടക്കം എല്ലാത്തിലും ഇങ്ങനെ ഉണ്ടാക്കി ഇട്ടിരിക്കും. ഇവനൊക്കെ നമ്മളെ ഇവിടെ വന്ന് ഇരിക്കണവന്മാരെയും അല്ലാതെ ഇപ്പൊ ഇതിനെക്കുറിച്ച് ചേർത്തൊരു ഘോരം എന്താ പറയാ ഇത് വന്നിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുവല്ലോ കുറേമാര്. അങ്ങനെ ശരിയായി. എന്നിട്ട് 2-3 ദിവസം കഴിയുമ്പോ ഇത് അങ്ങ് തീരും.
ഇവരെ സംസാരിക്കണവര് തന്നെ കുറെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങനെ അങ്ങോട്ടും സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ വലിയ തീരുമാനം ഉണ്ടാവും. അതിനനുസരിച്ച് എന്താ നിയമവ്യവസ്ഥയിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം. ഇത് പണ്ട് ജാംബവാന്റെ കാലത്ത് സ്വാതന്ത്ര്യം കിട്ടണതിന് മുമ്പേ ഉണ്ടാക്കി വെച്ചിട്ട് നിയമവ്യവസ്ഥകൾ ഇപ്പോഴും കൊണ്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ ഇപ്പം നിലവിൽ നിൽക്കുന്ന നിയമവ്യവസ്ഥ കൊണ്ട് എന്താ പറയാ, സത്യം പറഞ്ഞ കുറ്റം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. അവനെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവനറിയാം, ഓ അത് ഇത്രയേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഇത്രയും തൂക്കി കയറാം. ആ തൂക്കി കയറൊന്നും കിട്ടില്ല. കുറെ കഴിയുമ്പോൾ നല്ല നടപ്പ് മറ്റേ നടപ്പെന്ന് പറഞ്ഞിട്ട് എന്താ നല്ല പുള്ളയായെന്ന് പറഞ്ഞിട്ട് പരോള്, പിന്നെ അത് കഴിഞ്ഞിട്ട് ശിക്ഷയിൽ ഇളവ് ചെയ്ത് കൊടുക്കും, അങ്ങ് വിടും, അത് റിലീസാവും. ആർക്ക് പോയി? ഇപ്പൊ നമുക്കൊരു മോളുണ്ടെങ്കിൽ, എനിക്കൊരു മോളുണ്ട് കേട്ടാ, അവൾക്ക് 4 വയസ്സായി. സത്യം പറഞ്ഞാൽ മോളെ പോലും പുറത്തു വിടാനൊക്കെ ഭയങ്കര പാടാണ്. നമ്മള് പാടുന്നില്ല, പേടിയാണ് സത്യം പറഞ്ഞ. ഇപ്പോഴത്തെ കാലത്ത് എന്താ പറയാ, ഇങ്ങനെ 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സ് വലിയൊരു ചെറിയൊരു അങ്ങനെയൊന്നും ഇല്ല. മുമ്പ് കുറെ ഓച്ചന്മാര് പറയും, അപ്പോ അവളെ ഡ്രസ്സ് അങ്ങനെയായിരുന്നു, അങ്ങനെയാണ് പറയുന്നത്. അവള് എന്തിന്, അവളെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ, ഇത് കാണിച്ച് ബോഡി കാണിച്ച് ഇത് കഴിച്ച് എന്ത് സ്ത്രീകൾക്ക് വസ്ത്രം എന്താ ധരിക്കാനുള്ള, അവർക്ക് ഇഷ്ട വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ ഈ രാജ്യത്ത്? ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇട്ട് കഴിഞ്ഞാൽ അപ്പോ അങ്ങനെ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തോന്നിയത്. വല്ല മുള്ളുമുരിക്കിലും എല്ലാം ചെന്ന് കയറി കൊടുക്കണം, അല്ലെങ്കിൽ മറ്റേ കമ്പി പഴിപ്പിച്ചിട്ട് ഉരുക്കി ഒഴിച്ചാൽ മതി. അത് നല്ല രീതിക്ക് ഉരുക്കിയിട്ടേ മെൽറ്റ് ചെയ്തതിനു ശേഷം എടുത്തിട്ട് ഒഴിച്ചാൽ മതി അതിനകത്തോട്ട്. അപ്പോഴാ ഒരു സൂക്കേട് അങ്ങ് മാറി കിട്ടും. പിന്നെ അത് ഒന്നും കാണൂല. അമ്മാതിരി വർത്താനം. പിന്നെ ആയപ്പോ എന്തായി, പിന്നെ വലിയവരല്ല, അത് പിന്നെ എത്ര 20, 25, 30 ആ പിള്ളേരെ കാണുമ്പോഴാണ് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണല്ലോ ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കണം. കാരണം നമ്മളെ പിഞ്ചു മക്കളെ 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സ് 5ാം ക്ലാസ്സിൽ പഠിക്കണം 10 വയസ്സ് ഈ പിള്ളേരെയൊക്കെ ക്രൂരമായിട്ട് ചെയ്യുമ്പോൾ അവരൊക്കെ എന്ത് ഡ്രസ്സാണ് ഇടുന്നത്? നോർമലി മര്യാദക്കുള്ള ഡ്രസ്സല്ലേ പിള്ളേർ ഇടുന്നത്? അതല്ലെങ്കിൽ കൊച്ചു പിള്ളേരുടെ അവരെയൊക്കെ കാണുമ്പോൾ തന്നെ എന്ത് തോന്നുന്നത്? ഇങ്ങനെയൊക്കെ അവന്റെയൊക്കെ തല ഓൺ ദ സ്പോട്ടിൽ വെട്ടിക്കളയണം. ഇവിടെയും മൈനാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു ചീത്തയില്ല, അത് ഒരു കുഴപ്പമില്ല. ഇതല്ല, ഇതിനെ വലുതാണ് വിളിക്കേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇടയിൽ ആ ഫ്ലോയിൽ വന്നു പോയതാണ് കേട്ടാ, സോറി. എന്ത് പറയാനടേ, ഈ രാജ്യത്ത് സത്യം പറഞ്ഞ പെമ്മക്കളുള്ളപ്പോഴ് എന്താ പറയാ, മനസ്സിലൊരു വിങ്ങല. അവന്മാര് പറയാനും പറ്റില്ല. ഇപ്പം കമ്പയർ ചെയ്യാനില്ല. പണ്ടാണെങ്കിൽ നിനക്കൊക്കെ ഒരു മോളുണ്ടായി ഇങ്ങനെ ചെയ്യുമെന്ന് ചോദിക്കുമായിരുന്നു, അങ്ങനെയെങ്കിലും ചോദിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ അതുപോലും പറ്റാതില്ല. ഇപ്പൊ സ്വന്തം എന്താ പറയാ, അവരെ പിള്ളേരെ അച്ഛൻ തന്നെയാണ് പല സ്ഥലങ്ങളിലും ആ പിള്ളേര് എന്താ പറയാ റേപ്പ് ചെയ്യുന്നത്. പറയാൻ തന്നെ തോന്നുന്നില്ലടേ. എങ്ങനെ തോന്നണം? നമ്മളെ കയ്യിലല്ലേടാ അത് വന്ന് വീണത്. ആ കൊച്ച് അപ്പൊ അതൊക്കെ വളർത്തിയെടുത്ത് പിന്നെ ആരും എങ്ങനെ മെന്റാലിറ്റിയിലോട്ട് അങ്ങനെ മാറുന്നേ? പിഞ്ചു കുഞ്ഞല്ലേ നമ്മളെ ഒരു ഇതിൽ നിന്ന് നമ്മള് എന്താ പറയാ ആയതല്ലേ. അപ്പൊ എങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെ തോന്നണത്? മനുഷ്യൻ സത്യം പറഞ്ഞ മൃഗങ്ങളെക്കാട്ടിയും ഏറ്റവും വലിയൊരു നശിച്ച സാധനമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ മൃഗങ്ങളെയൊന്നും അല്ല ഭയക്കേണ്ട, മനുഷ്യരെയാണ് ഏറ്റവും വലിയ ക്രൂര ജീവി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനത്തെ ഒരു നാടിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ആർക്കും ഒന്നുമില്ല. ഇതിങ്ങനെ പോയിട്ട് വീണ്ടും പഴയപടിയാവും. ഇവരെ നിയമവ്യവസ്ഥയും ബാക്കി പേടിയില്ലെന്നേ, അതാണ് മെയിൻ കാര്യം. ഓരോരുത്തന്മാര് എന്നെ പിടിച്ചു എന്ത് ജയിലിലിട്. അവനറിയാം എന്തൊക്കെ തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യും. ഇവിടെ മാക്സിമം കൂടി പോയി കഴിഞ്ഞാൽ കുറച്ച് 3-4 വർഷം ഇടും. അത് സാധാരണക്കാരാണെങ്കിൽ ഓരോ തെറ്റിന്റെ അനുസരിച്ച് 4 വർഷമോ 10 വർഷമോ ഒക്കെ എടുത്തിടും. അവൻ എന്നിട്ട് പുഷ്പം പോലെ പൊടിയും തട്ടിയ അവൻ മൂളിപ്പാട്ടും പാടി അവൻ അടുത്ത് കുറെ കഴിഞ്ഞിട്ട് ഇറങ്ങും. അത് കാര്യമാണ് പറഞ്ഞത്. കുറച്ച് ചിക്കിലിയൊക്കെ ഉള്ള ടീംസ് ആണെങ്കിലേ പിടിച്ചിടാനും കുഴപ്പമൊന്നും പറ്റിയൊന്നുമില്ല. അവന്മാര് ഊരിപ്പോവും പൈസയൊക്കെ കൊടുത്ത്. നിയമത്തിനെയൊക്കെ എല്ലാവരും എന്താ പൈസ കൊടുത്ത് വാങ്ങിച്ച് വിലക്കെടുക്കും. ഒന്നും പറ്റൂല, ആർക്കും ഒരു പുല്ലും ചെയ്യാനും പറ്റൂല. ഇമാർക്ക് സാധാരണക്കാരന്മാരെ മെക്കെട്ട് കയറാനേ അറിയാവൂ. ചെയ്യാത്ത കുറ്റങ്ങൾ ഓരോരുത്തന്മാരും തലയിൽ അടിച്ചേപ്പിച്ച് അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ നല്ല ക്യാഷ് ടീമിന്റെ മുമ്പിൽ ഓരോരോ കാര്യങ്ങൾ അവന്മാരൊക്കെ സുഖമായിട്ട് കോടികൾ ഇറക്കിയിട്ട് അവന്മാര് പുഷ്പം പോലെ പൊടിയും തട്ടി അങ്ങ് പോകും. പോയപ്പോ ആർക്ക് പോയി? അങ്ങനത്തെ ഒരു രാജ്യമാണ്. എന്നിട്ട് ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞിട്ട് ആ വർഷം ഈ വർഷമൊക്കെ ആഘോഷിക്കുന്നു. ആദ്യം ഇതേ ഓരോരോ മെയിൻ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമുണ്ട്. എത്ര വർഷങ്ങളായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ആ ഒരു ഇഷ്യൂ വരുമ്പം പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഇത് എന്നെ ബഹളം. കുറെ പേര് അതിനെതിരെ എന്താ പറയാ സമരം ചെയ്യണവരുണ്ട്.
പക്ഷെ അതങ്ങ് തീരുവോടെ കുറച്ച് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ അതങ്ങ് അണഞ്ഞണഞ്ഞണഞ്ഞണഞ്ഞും തീരും. മുമ്പേ എത്രയോ കേസുകൾ വന്നിട്ടുണ്ട്. കുഞ്ഞു കുട്ടികളടക്കം വലിയവരടക്കം എത്ര എത്ര പല സ്ഥലങ്ങളിൽ പല സ്റ്റേറ്റുകളിൽ നമ്മളെ വീട്ടിന്റെയൊക്കെ അടുത്ത് പോലും, അടുത്തല്ല, നല്ല നിയറസ്റ്റ് അല്ല, എന്നാൽ കുറച്ച് ഡിസ്റ്റൻസിൽ, എന്നിട്ട് പോലും പഴയപടി തന്നെ വീണ്ടും ചങ്കരൻ തെങ്ങിന്റെ മണ്ടയ കണക്ക് ഇതിന്റെ ഒന്നും എന്താ പറയാ ആ ഒരു കത്തലങ്ങ് തീരുമല്ല. കത്തൽ തീരുമ്പോൾ വീണ്ടും പഴയപടി, പിന്നെ അടുത്ത വീണ്ടും എന്തെങ്കിലും വരുമ്പോൾ വീണ്ടും അടുത്തത് പൊങ്ങും. അതാണ് ഇപ്പൊ നമ്മുടെ ഈ രാജ്യത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പേടിയില്ല. അപ്പൊ മുമ്പൊക്കെ എന്താ പറയാ, എന്തടാ എന്തടാ നിനക്ക് എന്ത് ഇങ്ങനെ ചോദിച്ചെന്ന് വെച്ചോ, എടേ എനിക്കൊന്നുമില്ലടേ എന്ന് പറഞ്ഞിട്ട് അവൻ പോകും. ഇപ്പൊ അങ്ങനെയല്ല. എന്താടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്കെന്താ മറ്റവരെന്ന് ചോദിച്ചിട്ട് പള്ളയിൽ കത്തിയായിരിക്കും കയറ്റണം, അല്ലെങ്കിൽ തലയ്ക്ക് വല്ല കൈ കിട്ടുന്ന അടിച്ചു കൊല്ലും. അപ്പൊ അങ്ങനെ കൊല്ലാനും മറ്റേ കൊതുവിന് നമ്മളെ കയ്യിൽ വന്നിരിക്കുമ്പോൾ അടിച്ചു കൊല്ലുമല്ല, അതേപോലെയാണ് മനുഷ്യരെ കൊല്ലണത്. ആ ഒരു ലാഘവത്തോടെയാണ് കൊല്ലുന്നത്. പട്ടിയെ തല്ലി പട്ടി അതും മെയിൻ സാധനമാണ്, ഒരു ഉപമ പറയുന്നതാണ് കേട്ടോ. അതുപോലെയൊക്കെയാണ് റോഡിയിട്ടൊക്കെ ഓരോരുത്തരെയും തല്ലി കൊല്ലണത്, കല്ലിട്ട് എറിഞ്ഞു കൊല്ലണം. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അച്ചാറില്ലെങ്കിലും അടിച്ചു കൊല്ലും. ചോറ് കഴിക്കാൻ സമയത്ത് എന്താ ഹോട്ടലിൽ എന്തെങ്കിലും അച്ചാർ കൊടുത്തില്ലെങ്കിൽ അപ്പോഴടിയും പിടിയുമാണ്. അമ്മാതിരി രാജ്യമായി. നിയമവ്യവസ്ഥയൊക്കെ ഇപ്പൊ എന്താ പറയാ, ഈ കാറ്റിപ്പുറത്താണ് അതേ ഒരു സെറ്റപ്പാണ്. ആർക്കും ഒരു പേടിയില്ലെന്നേ, എന്തും ചെയ്യാം. അതാണ് ഏറ്റവും വലിയ അവർക്കുള്ള എന്താ പറയാ മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. നിയമവ്യവസ്ഥ അത്രത്തോളം ദുർബലമായിട്ടുള്ളതിന് ഏറ്റവും വലിയ എന്താ പറയാ മകുടോഹ് ദാഹരണം തന്നെയാണ് കേട്ടോ അത്. പുല്ല് ഇതൊക്കെ എനിക്ക് ഈ ഒരു എന്താ പറയാ ഇവിടുത്തെ ഇതിലും ഈ നിയമവും ബാക്കി ചട്ടങ്ങളും ഒന്നും ഈ ഒരു ഇടക്കാലത്ത് നമ്മൾ ചത്ത് നമ്മളെ പിള്ളേര് ചത്ത് അതിന്റെ പിള്ളേര് ചത്താലും ഇത് ഇങ്ങനെ ഈ ഒരൊറ്റ നിയമസംഹിതയിൽ ഇത് ഈ ഒരു സാധനം തന്നെ കാണും. ഒരാളെ എന്തെങ്കിലും റേപ്പ് ചെയ്ത് അതായത് മീൻസ് കള്ളത്തെളിവുകൾ ഉണ്ടാക്കി അങ്ങനെ പിടിക്കുന്ന, അല്ലാതെ 100% തെറ്റുകാരനായിട്ട് പിടിക്കുന്ന ഒരാളെ തെളിവുകളുടെ അടിസ്ഥാനത്തിലും ബാക്കിയൊക്കെ വിധിക്കുന്ന ഒരാള്, അങ്ങനെയുള്ള കേസുകൾ. ഇപ്പം എന്തിനിങ്ങനെ ഇട്ടിരിക്കുന്നത്, അങ്ങ് തൂക്കി കൊല്ലണം. അതിന് പിന്നെ അങ്ങ് കടക്കും വർഷങ്ങളോളം. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. നിങ്ങൾ എത്ര കേസുകൾ കേട്ടിട്ടുണ്ട്? അതായത് ഇതുപോലെ ചെയ്ത് പിടിച്ചിട്ടുള്ള ഒരാളെ, ഒരു പ്രതിയെ എക്സാക്ട് ചെയ്തിട്ടുള്ളത്, ഇപ്പം ഇരയായ ഇപ്പം ആ ഒരു പെൺകുട്ടി ഇപ്പം മരണപ്പെടാതിരിക്കുകയോ ചെയ്യട്ടെ, എത്ര പേർക്ക് കടുത്ത ശിക്ഷ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആദ്യത്തെ ഒരു ചിലപ്പോൾ 1 വീക്ക് നമ്മൾ ഇവിടെയൊക്കെ പറയും എന്തെങ്കിലും നടയടി അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവം? ജയിലിൽ കിടക്കുന്നു. ദിവസം അതിന് പണിക്ക് പോകണ്ട, ദിവസം 3 നേരത്തിനുള്ള ഫുഡ് കിട്ടും. പിന്നെ അവിടെ വല്ല കൊത്തേ കിളക്കേ എന്തെങ്കിലും ചെയ്യണം. അതല്ലേ പണി? സുഖമല്ലേ? അവൻ ചെയ്യാനുള്ള എല്ലാ പുല്ലും ചെയ്തില്ലേ? എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ പിന്നെ സുഖം, അവനവിടെ ഇരുന്നാ മതിയില്ല. അവന് വേറെ എന്തിനറിയണോ അവന്? ദിവസം 3 നേരം സുഭിഷ്ടമായ ഭക്ഷണം, മുട്ട, ചിക്കൻ, ബിരിയാണി, അത് ഇതെന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും വെട്ടി വിഴുങ്ങി തിന്നും. മേലെ അനങ്ങൂല. ഇടയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണികൾ കാണും, കുഞ്ഞു കുഞ്ഞു പണികൾ. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ഉണ്ട്, അവിടെ ഉണ്ടാകുന്നോ ചിലപ്പോൾ അതിനെന്തൊരു പണിക്ക് കൂലി അങ്ങനെയൊക്കെ എന്തോ സെറ്റപ്പ് ഉണ്ടല്ലോ. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ധാരണയില്ല. സുഖജീവിതമല്ലേ, അത് വേറെ ലോകം. പിന്നെ അളിയ എത്തിയ അളിയ ഞാൻ പോണേട്ടാ, അടുത്ത പീഡിപ്പിച്ചിട്ട് ഞാൻ ഇപ്പൊ ഉടനെ വരാം. ഈ ഒരു ട്രെൻഡിങ് ആയി ഇപ്പൊ ഇവിടെ. എന്ത് പറയാനടേ, അങ്ങനത്തെ ഒരു മനോഹരമായിട്ടുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ രാജ്യത്തിന്റെ 78ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ ഇന്ന് 2024 ഓഗസ്റ്റ് 15 ആഘോഷിക്കുന്നത്. ഇത്രേ പറയാവുള്ളൂ. പറയണമെന്ന് തോന്നിയടേ. അതുകൊണ്ട് വേറെ എന്ത് ചെയ്യാൻ? നമുക്കും നമ്മളൊക്കെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. ഒന്നും ചെയ്യാൻ പറ്റില്ലടാ. പക്ഷെ ചെയ്യാൻ പറ്റുന്നവരാ ഒന്നും ഇട്ട് ചെയ്യേയില്ല. എല്ലാവരും എന്താ സിബിട്ട് ഇങ്ങനെ ഇരിക്കും, ഒന്നും മിണ്ടത്തില്ല. വായിക്കാത്ത ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോഴേ വായിക്കാത്ത ഇങ്ങനെ കമ്പ് കുത്തി നോക്കണം. ഓരോരോ ഓട്ട് ഒഴിച്ച് വരുമ്പോ തൊഴുത് ഇന്ന് താങ്ങിയ അമരൊക്കെ തലയൊക്കെ മറ്റേ നമ്മളെ കാലിന്റെ തള്ളവരുടെ പോലെ തട്ടും. നമ്മുടെ സമൂഹത്തിന് നമ്മൾ എന്തെങ്കിലും ഇതുപോലത്തെ ഒരു ഇഷ്യൂ വരുമ്പോൾ വാ പൊത്തിയിരിക്കും ഓരോരുത്തന്മാരും ഓരോ ഇതില് ഉള്ള എല്ലാരും അല്ല,
കുറച്ച് ഭാഗങ്ങളുണ്ട് കേട്ടോ, ഒട്ടും മിണ്ടാത്ത കുറെ പേര്. ഞാൻ ആരെയും പേരുകൾ എടുത്തൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ അല്ലാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അവരെയൊക്കെ വീട്ടിലാണ് ഇതുപോലെയൊക്കെ സംഭവിക്കണമെങ്കിൽ എന്താവുമായിരുന്നു ഗോളിലൊക്കെ. ആ ചെയ്തവന്റെ പരമ്പര അടക്കം മൊത്തത്തില് കത്തിക്കും. സാധാരണക്കാരാകുമ്പോ എന്ത്, കുറച്ച് പൈസയും കൂടെ അവന്റെ കയ്യിലുണ്ടെങ്കിൽ ആ ഊരി പോരും. അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് നടക്കും കേസ്. 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം 5 വർഷം 6 വർഷം 8 വർഷം 10 വർഷം 15 വർഷം ആകുമ്പോ വിധിക്കും. 2002 ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന ഏരിയയിൽ വെച്ച് ഇന്ന പോലെ സംഭവിച്ച് ആ പ്രതിക്ക് ഇത്ര ശതമാനം നഷ്ടപരിഹാരം കൊടുക്കാനും ബാക്കി ഇത്ര ഇതിന് ജീവപര്യന്തം തടവിലും വിധിക്കുന്നു. ഡുംബ 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 തീർന്നു. പിന്നെ കുറെ വർഷം വയ്ക്കുമ്പം നല്ല നടപ്പ് പ്രമാണിച്ച് ഒരു 3 വർഷം ഇളവ് ചെയ്ത് കൊടുത്ത് ഇന്ന് റിലീസ് ചെയ്യുന്നു. ദുംബ 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 ദുംബ. ഇതാണ് ഇപ്പോഴത്തെ ഇത്. നമുക്ക് ഇങ്ങനെ ദുംബ ദുംബ അടിച്ചടിച്ചിരിക്കാം, ഒരു കാര്യമില്ല ഇവിടെ. അപ്പം ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ജയ് ഹിന്ദ്. ബൈ.